പാല് ചേർത്തിട്ട് ഒരു വിഭവങ്ങളും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെങ്കിൽ കസ്റ്റാർഡ് പൗഡറും പാലും ഒക്കെ ചേരാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഐഡിയ പൂർവ്വം ചെയ്ത പരിപാടിയാണ് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചു, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അങ്ങ് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അത് നമ്മൾ സാധാരണ പാലിൻ്റെ അകത്ത് ചേർക്കുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് തണുപ്പിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തു. ഇത്തിരി മധുരത്തിനായിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു, കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു, കുറച്ച് ഗ്രേപ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മാങ്കോടെ തന്നെ പൾപ്പിൻ്റെ അകത്ത് എന്തോ ചെയ്തെടുത്തതുപോലെ തോന്നും, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. കാരണം വാനിലയുടെ ടേസ്റ്റുള്ള കസ്റ്റാർഡ് പൗഡറായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പാല് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കുറച്ചും കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാല് ചേർത്ത് കഴിക്കത്തില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ കൂടെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേരെ. ഓക്കെ, ബൈ.